സംസാരിക്കുന്നില്ല, പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറ്. കാരണം നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാല് വൻ വിവാദങ്ങൾ ഉണ്ടാവും. വൻ പ്രശ്നം വൻ പ്രശ്നമാവും. റാൻഡംലി ഉള്ള ചർച്ച ഒന്നും ഉൾപ്പെടുത്താൻ പറ്റൂല. നല്ല ചർച്ചകൾ മാത്രമേ പറ്റൂ. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ നാട്ടിൽ ആശാ വർക്കർമാരെ പിടിച്ചിങ്ങാണ്ട് വലിച്ച് അങ്ങനല്ല, എന്ത് മോശം വണ്ടി കയറ്റിയ കണ്ടില്ലേ? അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. നിങ്ങളെ രാഷ്ട്രീയ ബോധമൊക്കെ തീർന്നുപോയോ? ശരിക്കും തീർന്നിട്ടുണ്ട്. കാരണം കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്, വളരെ മോശമായി. കേസ് വരും അവരെ കുറിച്ച് പറഞ്ഞാല്. ഇത് കട്ട് ചെയ്തേക്ക് അല്ല, മറ്റേ ഈ സിനിമാ താരങ്ങൾ സാധാരണക്കാരായ പെണ്ണുങ്ങൾ സമരം ചെയ്യുമ്പോ മൈക്കൊക്കെ എടുത്ത് ഓടിക്കാനുള്ള മൈക്കല്ല, സ്പീക്കറാ. മൈക്ക് അവരെ അപ്പളേ ഈ പെണ്ണ് മൈക്ക് പിടിച്ച പെണ്ണുങ്ങൾ എന്ത് ചീത്ത പറയുന്നുണ്ട് അതില്. അത് കറക്റ്റ് കേൾക്കുന്നില്ല ഈ നമ്മളെ ഇതില്. ആ പോലീസുകാരൻ കംപ്ലീറ്റ് കേട്ടിട്ടുണ്ട്. അല്ല, ഭീകരമായ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ എടുത്ത് ഓടി കഴിഞ്ഞിട്ട് പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട്. അത് കണ്ടോ? സമരക്കാരുടെ കൂടി ഇങ്ങനെ തിരിച്ചെടുക്കുന്നുണ്ട് വല്ലറോ. എനിക്കൊന്ന് പൈസ എന്തോ വാങ്ങിയിട്ടുള്ള പരിപാടിയാണ്. മോഹൻലാലിന് ലാൽ സലാം കൊടുത്ത പൈസ പോലെ ഇവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ. പിന്നെ ആശാ വർക്കർമാരുടെ ശമ്പളം ശരിക്കും സംസ്ഥാന സർക്കാരല്ലല്ലോ കൂട്ടേണ്ടത്, കേന്ദ്ര സർക്കാർ. കേന്ദ്രത്തിൽ പോണം, ഡൽഹി പോണം. ഡൽഹി പോയിട്ട് അതിനു വേണ്ടി പ്രതികരിക്കണം. ഡൽഹി പോകേണ്ടത് സുരേഷ് ഗോപിയാന്ന് പറയേണ്ടത്. അയാൾ ഈ കലിങ്കുമ്പോ കയറി ഇരിക്കല്ലേ. അയാൾ പോണോന്നുണ്ടോ ഡൽഹിയില്? ഇവിടെ ഒരു പ്രതിനിധിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയില്ല. അയാൾക്ക് പോയി സംസാരിച്ചൂടെ? കേന്ദ്രമന്ത്രി ആരാ? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ആരാ? രണ്ടാളില്ലേ? കേന്ദ്രമന്ത്രി ഒരു വർഗീസോ വേറെ ആരോ ഒന്നില്ലേ? അയാള് മറ്റേ കാണില്ല, രാജ്യസഭ എം പി ആണ്. ഏതോ എം പി ആവട്ടെ. ഇവിടുന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടൊരു മന്ത്രി ഇല്ലേ? ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടാണ് നിൽക്കട്ടെ. 1 കോടി 10 ലക്ഷം ശമ്പളം കൊടുത്ത ഒരാളെ ഡൽഹി കൊണ്ടുപോയി നിർത്തിയില്ലേ? കെ വി തോമസിനല്ലേ പറയുന്നത്. പുള്ളിനെ കൊണ്ടൊരു ഗുണമില്ല. കാരണം CPM പെട്ടിട്ടുള്ളത് പുള്ളിനെ ആ പാർട്ടിയിൽ എടുത്തിട്ട്. പോട്ടെ. പക്ഷെ അങ്ങനൊക്കെ ആണെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പം അടുത്ത് പോയില്ലേ കേന്ദ്രത്തിൽ? അന്നൊന്ന് അവതരിപ്പിച്ചൂടെ ആ പ്രശ്നം? എന്തൊക്കെയോ കാര്യത്തിൽ ഡീലായില്ലേ? ഫുള്ള് സുല്ല് പരിപാടിയാണ്. അതൊക്കെ പോട്ടെ. ഫെഡറൽ സംവിധാനമുള്ള ഇന്ത്യയിൽ കേന്ദ്രത്തിലേക്ക് കൊടുത്ത ടാക്സിൻ്റെ വീതം സംസ്ഥാനത്തിന് തിരിച്ചു കൊടുക്കണമെങ്കിൽ PM ശ്രീ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 1200 കോടി കൊടുക്കാണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണോ എന്നുള്ളത് 1200 12,000 1200 കോടി 12,000 കോടിയല്ല, 1200 കോടി. ഇതിൽ സൈൻ ചെയ്താലോ? ടാക്സ് മാത്രം കേരളം പേ ചെയ്ത ടാക്സ് കേരളത്തിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. അത് കിട്ടണമെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റിൽ ഒപ്പിടണം എന്ന് അറിയാൻ ശരിയാണ്. അത് ഒപ്പിട്ടല്ല അവർ. അത് ശരിയാണോ? അങ്ങനെ സംഭവം ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ ടാക്സ് അടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കേന്ദ്രം കൊണ്ട് തിരിച്ചു തരണം. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. പുതിയ ഡിമാൻഡ് വെക്കണത് ശരിയാണ്. അതിനെ തകർക്കല്ലേ ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മളെ മൈത്രേയം പറഞ്ഞൊരു സാധനമുണ്ട്. പണ്ട് നമ്മളെ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്, ഇപ്പം നമ്മളെ ഭരിക്കുന്നത് ഗുജറാത്തികളാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. പറഞ്ഞൊക്കെ ശരിയായിരിക്കും. ആളെ അല്ല, വാക്കുകൾ മാത്രം എടുത്താൽ മതി, ആളെ നോക്കണ്ട. നിങ്ങൾ ആളെന്തിനു നോക്കുന്നു? അല്ല, അല്ലെങ്കിലും കേന്ദ്രത്തിൽ ഇപ്പം മൊത്തത്തിൽ 2 ഗുജറാത്തികൾ ഓല് വേണ്ട ആൾക്കാർക്ക് കീശയിലേക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതി നടക്കുള്ളൂ. വേറെ എന്താ കേന്ദ്രം ചെയ്യുന്നത്? ഒന്നും ചെയ്യണില്ല. അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും ഇന്ത്യ ബേക്കോട് പോയിക്കൊണ്ടിരിക്കല്ലോ എല്ലാവർക്കും. ഞാൻ അതൊന്നല്ല വിചാരിക്കുന്നത്. അതായത് തൃശ്ശൂർക്കാർക്ക് പറ്റിയൊരു പറ്റാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് കേരളത്തിൽ നിന്നൊരു ഒരാളെ ജയിപ്പിച്ച് വിട്ടിട്ട് അയാളെ കൊണ്ട് കേരളത്തിനൊരു ഗുണമില്ല എന്നുള്ളതാണ്. അയാൾ കലിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് നിന്നിട്ട് ചർച്ച നടത്തുന്ന ഇവരായിട്ട്. അതിന്റെ അടുത്ത ദിവസം തന്നെ എന്താക്കുന്നത്? BJP ആളുകൾ CPM-ലേക്കും കോൺഗ്രസിലേക്കും പോയി ചേരാണ്. മെഞ്ഞാന്നുണ്ടായ സീൻ കണ്ടില്ല? ഒരാൾ വന്നിട്ട് നിവേദനം കൊടുക്കാൻ അയാളെ വണ്ടി. പക്ഷെ അതിൽ സുരേഷ് ഗോപിക്ക് പങ്കിട്ടെന്ന് പറയുന്നില്ല, കാരണം പ്രവർത്തകരാന്ന് വന്ന്. അതല്ല, BJP-ക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ BJP-ന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ തന്നെ വിചാരിക്കുന്നത് ഇയാളൊരു സാധു മനുഷ്യനാണ്, ഇയാളെടുത്ത് പോയ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൊരു തോന്നിട്ടാണ് പോണേ. ഇയാളൊരു ഫ്യൂഡൽ ആ ഒരു മാടമ്പി സെറ്റപ്പ് ഉള്ളിലുള്ള ആളാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അയാൾ കേന്ദ്രമന്ത്രി MP ആകുമ്പോഴേക്കും ഇവർ വിചാരിക്കുന്ന രാജാവാണ് നാട്ടിൽ. അങ്ങനത്തെ സ്റ്റൈലിൽ വളരെ മോശം. അതായത് അയാളുണ്ടല്ലോ, പഴയ ഭരചന്ദ്രൻ IPS പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല ഇതുവരെ. അയാൾ ആ പോലീസ് കുപ്പായത്തിൽ തന്നെ ഇപ്പോഴും ഉള്ളത്. അയാൾ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. പക്ഷെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട, അതായത് BJP-ന്റെ ടാറ്റിക്സ് തന്നെ അതാണ്. നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് പോലെ ചർച്ച ചെയ്യിപ്പിക്കുക. അപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ വരും. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സുരേഷ് ഗോപി BJP എന്നുള്ള സാധനം തലയിൽ വന്ന് വോട്ട് ചെയ്യുക. ആ ഒരു സ്ഥാനത്തിൽ അവർ വിജയിച്ചു വന്നെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ തോന്നെ ചർച്ച ചെയ്യേണ്ടതാണ് പറയുന്നത്. അതിനുള്ള അർഹത ഒന്നും ഒരിക്കില്ല. മൊത്തത്തിൽ ഇന്ത്യ രൂപി താഴോട്ടാണ്. നമുക്ക് ലാഭ 24
നമുക്ക് ലാഭമാണ് കടക്ക് കൂട്ടാൻ. അല്ല കൊടുവള്ളി പേ എന്ന് പറഞ്ഞ പ്രത്യേക സംവിധാനം ഉണ്ടല്ലോ. ഇതൊന്നും ഇവിടെ വിഷയം അവതരിപ്പിക്കേണ്ട വിഷയമല്ല.